അടിപൊളി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, നന്നായിരുന്നു. സൂപ്പർ, ഗംഭീരം. അതെ അതെ, അത് അനീഷേട്ടനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആ സംസ്കൃത സംഘഗാനം. ഇത് ആക്ച്വലി സംസ്കൃത സംഘഗാനല്ലേ? ഞാൻ പക്ഷെ സംസ്കൃതം അല്ല പഠിച്ചിരിക്കുന്നത്, ഞാൻ മലയാളത്തിന്റെ ഒരു അതെ സംസ്കൃതത്തിൽ പെട്ടെന്ന് ഒരു പാട്. അതെ അതെ, അതിലേക്ക് എത്താനൊരു പാട്. ഞാൻ ഇമ്പമുള്ളതായിരുന്നില്ലേ? തീർച്ചയായിട്ടും, അതാണ് പറഞ്ഞത്. സംസ്കൃതം അറിയാത്ത എനിക്ക് കൂടെ ആസ്വദിക്കാനായിട്ട് പറ്റി. ഭാഷയ്ക്ക് അതീതമാണ്. അതെ അതെ അതെ, സംഗീതം, ആ ഒരു റിതമും ആ ഒരു പാടുന്ന രീതിയും അതൊക്കെ കണ്ടപ്പോ സൂപ്പർ, അടിപൊളി. ഞാൻ ഒന്നും കൂടെ ചോട്ടെ, കൊല്ലം കപ്പടിക്കുവോ? അടിക്കും. ഓ, അനീഷേട്ടനാകെ ധർമ്മസംഘം എന്ന് പറയും. എന്താണ് ഇവരുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്? അത് വലിയൊരു എഫേർട്ടാണ്. അപ്പൊ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പരമാവധി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതെ, അപ്പൊ മക്കളെ താങ്ക് യു. കൊല്ലം കപ്പടിക്കട്ടെ. കപ്പടിക്കുമല്ലോ. യെസ്, ആ കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. എപ്പോഴും ആ കോൺഫിഡൻസ് വേണം അല്ലേ അനീഷേട്ടാ? അതെ അതെ, എപ്പോഴും കോൺഫിഡൻസ്. തീർച്ചയായിട്ടും. ഒരു സമയത്ത് പോലും കോൺഫിഡൻസ് ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മളെപ്പോഴും ഒരു എന്താ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക്. അതെ, ശുഭാപ്തി വിശ്വാസം ഉണ്ട്. അപ്പൊ താങ്ക് യു. യെസ്, ഹാപ്പി അല്ലേ? പിള്ളേർ ഹാപ്പിയാ. അപ്പൊ അതാണ് അനീഷേട്ടാ, പിള്ളേര് ഹാപ്പിയാ. നീ നമ്മളൊന്ന് ഹാപ്പി ആക്കണം. രേണു ഉണ്ട്, രേണു. ശരിക്കും ഒരു രേണുന്നാണ്. ശരിക്കും രേണുകാന്ന പേര്. രേണുകാന്നാണ് പേര്. ഞങ്ങളെല്ലാരും അവിടെ. ഇതെന്താ കാര്യം എന്നറിയോ? ആ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മള് ഒരു പെർഫോം ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അത് ആക്ച്വലി നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ആ വീട്ടിലുണ്ടായിരുന്നപ്പോ അങ്ങനെ വന്നു പോയതാണ്. ആ ഒരു എന്താ പറയാ, ആ ഒരു ഡയലോഗ് ഇത്രമാത്രം ഹിറ്റായി ഞാൻ അറിഞ്ഞേ ഇല്ല. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി ഞാൻ മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ വീഡിയോ തന്നെ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഹിറ്റായിരുന്നു എന്നുള്ളത്. അപ്പൊ എനിക്കുള്ള ആകെ ഒരു എന്താ പറയാ ധർമ്മസങ്കടം എന്ന് വെച്ചാൽ ഇനി എനിക്ക് അതേപോലെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ശരിക്കും അത് ജീവിക്കുക. ആ സമയത്ത് അത് വന്നു പോയതാണ്, ഓട്ടോമാറ്റിക്കലി അത് വന്നു പോയതാണ്. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെക്കുകയാണ്. സങ്കടമായി രേണുവിന്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പാട്ട് പാടണം. അത് പാടാം, അതൊക്കെ പാടാം. പിന്നെ പാട്ട് പാടാനൊന്നും എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ കൂടെ തുടങ്ങി വെക്കും. ഏത് പാട്ട്? ഞാൻ ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഒരു കണ്ണാന്തുമ്പി എന്ന് പറഞ്ഞൊരു പാട്ട് ഹിറ്റായിരുന്നു. അപ്പൊ എന്തായാലും അതിന്റെ ഒരു 2 ലൈൻ പാടാം. യെസ്, ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. കുഴപ്പമില്ല, നമ്മളുണ്ട് കൂടെ. അതാണ് എന്റെ ഒരു ധൈര്യം. അനീഷേട്ടനുള്ളതാ. അപ്പൊ റെഡി. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കണ്ട, അതാണ് ഞങ്ങൾ കട്ടക്ക് നിൽക്കും, കട്ടള പോലെ. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, എന്ത് സാഹചര്യത്തിലും നമുക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഒരു കൈമുതല്. ഞങ്ങളുടെ ധൈര്യം കണ്ടില്ലേ, എന്തും ചെയ്യാൻ. ശുഭാപ്തി വിശ്വാസം. അതെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറ. കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം നല്ല പോലെ പോകുന്നു. കൃഷിയൊക്കെ എന്ന് പറഞ്ഞ ഒരു കൊയ്ത്ത് എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു കർഷകൃഷിയൊക്കെ വാങ്ങണ്ടേ? കിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങും. ഞാൻ എന്റെ മാക്സിമം ഇപ്പൊ കൃഷിയുടെ ഒരു കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ച നാൾ മുതൽ എന്റെ കൂടെ പാരലായിട്ട് സഞ്ചരിച്ച ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് എനിക്ക് ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. കുളിക്കാന്നൊക്കെ പറയുന്ന പോലെ. അതെ. എന്റെ വീടിരിക്കുന്നതും കോടന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പൊ അവിടെ ഭൂരിഭാഗം ആളുകളും ഒരു കർഷകരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതൊരു സെപ്പറേറ്റ് ആയിട്ട് അയ്യോ എനിക്ക് കൃഷി ചെയ്യണം അങ്ങനത്തെ ഒരു കാര്യം എനിക്കില്ല. അതങ്ങനെ പാരലായിട്ട് നമ്മളെ എങ്ങോട്ടൊക്കെ ജീവിതത്തിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ കൂടെ സഞ്ചരിച്ച അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും എന്റെ ഫാദർ ആണെങ്കിലും ഞാനാണെങ്കിലും അത് കൂടെ കൊണ്ടുപോകുന്നു. അപ്പം വേറൊരു കാര്യം കൂടെ, എഴുത്തുപുരയിൽ പുതിയ
അതെ. പിറവിക്ക് സാധ്യതയുണ്ടോ? ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അല്ലെങ്കിൽ പണിപ്പുരയിലാണോ? അത് ആക്ച്വലി എന്റെ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് എന്നേരം തുഴഞ്ഞായിരുന്നു. അതെ. അത് ഒരു വിധത്തിൽ നല്ല ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് മുൻപ് തന്നെ ഒരു നോവൽ എഴുതിയിരുന്നു. അപ്പൊ ആ ഒരു നോവൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു 3 ദിവസം പോകുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനിപ്പോൾ വന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ മാതൃഭൂമി ബുക്സ് ആണ് അത് പുറത്തിറക്കുന്നത്. അതിന്റെ ഓൾറെഡി പേരൊക്കെ പുറത്തു വന്നു. കതിരാളൻ എന്നാണ് ബുക്കിന്റെ കതിരാളൻ എന്നാണ് ബുക്കിന്റെ പേര്. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 20-ാം തീയതിക്ക് ശേഷം എല്ലാ ബുക്ക് സ്റ്റാളുകളിലും അവൈലബിൾ ആയിരിക്കും. ഫെബ്രുവരി 1-ാം തീയതി ട്രിവാൻഡ്രത്ത് മാതൃഭൂമി സാഹിത്യോത്സവത്തിൽ വെച്ചിട്ടാണ് ഒഫീഷ്യലായിട്ട് അതിന്റെ ലോഞ്ച് ഉള്ളത്. അതെ. അപ്പം വേറൊരു കാര്യം, നേരത്തെ കോമണർ ആയിരുന്നു, സെലിബ്രിറ്റി ആയി. നമ്മൾ നല്ല കാര്യങ്ങൾ പറയാനായി ആൾക്കാർ ഒരുപാട് വന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നീ എന്ത് പണിയാണോ കാണിച്ചത് രേണുവിനോട് എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിഷേധ സ്വരം എവിടെന്നെങ്കിലും ഉയർന്നു കേട്ടോ? ഇതേവരെ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി. അതെ, എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. അതെ, ആക്ച്വലി ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ കയറുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം. അത് കൂടാതെ നമുക്ക് 100 ദിവസം നിന്നിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റുക എന്ന് പറയുന്നത് മഹാഭാഗ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടി എന്നുള്ളതിൽ ഞാൻ എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കുറെ ഫൈറ്റ് ഒക്കെ ഉണ്ടായില്ലോ ഇതിന്റെ ഉള്ളില്. പുറത്തിറങ്ങി കഴിയട്ടെ, ചേട്ടൻ അവരെ വിളിച്ചോ അല്ലെങ്കിൽ അവർ ചേട്ടനെ വിളിച്ചോ അല്ലെങ്കിൽ അവരോട് പറഞ്ഞപ്പോ അവർക്ക് ഇപ്പോഴും ഒരു ദേഷ്യം ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും? അങ്ങനെ ആരോടും എനിക്കും എല്ലാരും വിളിച്ചു പുറത്തിറങ്ങി കഴിഞ്ഞ. എനിക്ക് ആരോടും ദേഷ്യമില്ല, അവർക്കും എന്നോട് ദേഷ്യമില്ല. അപ്പൊ അതിനുശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോരോ പ്രോഗ്രാമുകളിൽ കാണും, ഇനോഗ്രേഷൻസിൽ കാണും. അപ്പോഴൊക്കെ നമ്മളൊരു ബന്ധം വന്നു പിറന്നു സന്തതിയായി ഭരതനും വന്നു പിറന്നു. ഇത്ര വിചിത്രമാണോരോരോ ചിത്രമെഴുതും കഥകളെന്നോ, ഇത്ര വിചിത്രമാണോരോരോ. കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഇത് രണ്ടായിരുന്നു ഒരു മേജർ സഹമത്സരാർത്ഥികളുടെ മേജർ കൺസേൺ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ഫോണില്ലാതെ മനീഷേട്ടനെ കൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ജീവിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഫോണില്ലാതെ എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാനായിട്ട് പറ്റും. ഈ രേണുവിന് ഒരു നിമിഷം പോലും അങ്ങനെ പറ്റില്ലെന്ന്. ഞാൻ ഇപ്പൊ തന്നെ എന്റെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യമുണ്ട്, അടുത്ത പിള്ളേർ വന്നു, നമുക്ക് അടുത്ത കൂടുതൽ വിശേഷങ്ങളായാലും നമ്മുടെ അടുത്ത വട്ടപ്പാട്ടാ കേട്ടോ. മക്കളെ റെഡിയാണോ? അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. അപ്പം ഏതാ ജില്ല? ഏതാ? വയനാട്. സ്കൂള് സെന്റ് മേരീസ്. റിസൾട്ട് വന്നോ? നടന്നുകൊണ്ട് പരിപാടിയിൽ